മോർണിംഗ് നമ്മൾ ഇൻഡിവിജ്വൽ മെത്തേഡ് പഠിച്ചു, അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യേണ്ട. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് മെത്തേഡിൽ നിങ്ങൾ ഈ ഇൻട്രസ്റ്റ് കോളം കാണിക്കുന്നതിന് പകരം, ഇൻട്രസ്റ്റ് കോളം കാണിക്കുന്നതിന് പകരം അവിടെ കാണിക്കേണ്ട കോളത്തിന്റെ പേര് ഡിഫറെന്റ് ആണ്. അവിടെ കാണിക്കേണ്ട കോളത്തിന്റെ പേര് ഡിഫറെന്റ് ആണ്. അവിടുത്തെ കോളത്തിന്റെ പേരാണ് പ്രൊഡക്റ്റ്. എന്താ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അതായത് ഈ കേസിൽ 200 × 123 ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് പ്രൊഡക്റ്റ്. അതേപോലെ ഓരോ കേസിലും അതാത് കോളത്തിലെ എമൗണ്ടും അതാത് കോളത്തിലെ നമ്പർ ഓഫ് ഡേയ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് പാർട്ട്ണർഷിപ്പിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കേസിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിലും പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് സെയിം സംഭവം തന്നെ. അവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ഇൻറ്റു നമ്പർ ഓഫ് മന്ത് അല്ലെങ്കിൽ പീരീഡ്. ഇവിടെ എന്താണ് എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇനി ജസ്റ്റ് ഞാനൊരു റഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് തരാം. ഡ്യൂ ഡേറ്റിന്റെ കോളം ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യണം. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ ആയതുകൊണ്ട് മാത്രമാണ്. എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, പ്രൊഡക്റ്റ്. അതേപോലെ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, പ്രൊഡക്റ്റ്. നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ രീതിയിൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എമൗണ്ട് ഫോർ എക്സാമ്പിൾ 500 കൊടുത്തു എന്ന് വിചാരിക്കും. നമ്പർ ഓഫ് ഡേയ്സ് 12 ആണെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 500 × 12 ആണ്. എത്രയാണ്? 6000 rupees. അതേപോലെ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു 200 rupees ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 12 ആണെങ്കിൽ എത്രയാണ്? 2400 എന്ന് പറയും. അതേപോലെ ഓരോ കേസിലും നമ്മൾ എന്ത് ചെയ്യുക, അതാത് എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ചെയ്യാൻ, എന്നിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ ബാലൻസ് ചെയ്യാം. സാധാരണ രീതിയിൽ ബാലൻസ് ചെയ്യാം. ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് കോളാണ്. പ്രൊഡക്റ്റ് കോളാണ്. ഈ കേസിൽ നമുക്ക് എന്ത് കിട്ടും? 6000 ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ 6000, എന്നിട്ട് ബാലൻസ് 3600 എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. നമ്മൾ നേരത്തെ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നല്ല എഴുതിയത്, നമ്മൾ ഇവിടെ എഴുതേണ്ടത് ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് എന്നാണ്. എന്താ എഴുതേണ്ടത്? ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഡൗട്ട് ഉണ്ടോ? നമ്മൾ പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഇൻട്രസ്റ്റ് എമൗണ്ട് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല, നമ്മൾ അതിന് പകരം ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അത് ചെയ്തതിനു ശേഷം ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്തിട്ട് കിട്ടുന്നത് സാധാരണ രീതിയിൽ ഇൻട്രസ്റ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? ഇവിടെ കിട്ടുന്നത് ബാലൻസ് ഓഫ് പ്രൊഡക്റ്റാ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. മക്കളെ ഒന്നുമില്ല, നമ്മൾ എന്താണോ പാർട്ട്ണർഷിപ്പിൽ പഠിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പാർട്ട്ണർഷിപ്പിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ പഠിച്ചത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ പഠിച്ചത്, അത് തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ പ്രൊഡക്റ്റ് ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 1/12. ഇവിടെ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ എന്താണ്? ബാലൻസ് ഓഫ് പ്രോഡക്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ സെയിം ക്വസ്റ്റ്യനിൽ 12% ആണ് റേറ്റ് എങ്കിൽ 3600 ഇൻറ്റു 12/100 ഇൻറ്റു 1/12, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ്. എത്രയാണ് വരുന്നത്? ഒന്ന് പറഞ്ഞേ. എത്രയാണ് വരുന്നത്? പറഞ്ഞെ. 36. എത്ര എമൗണ്ട് വരുന്നത്? 36. ഇതാണ് ഇൻട്രസ്റ്റ്. ഇതാണ് വരുന്നത് ഇൻട്രസ്റ്റ്. ഞാൻ ശ്രദ്ധിച്ചില്ല. 36 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇൻട്രസ്റ്റ് എവിടെ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഇൻട്രസ്റ്റിന് എന്ത് ബാലൻസ് ആവുള്ളത്? ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ, അതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആവുള്ളൂ. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം നമ്മൾ ആ പേഴ്സൺ, ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശ്യാം ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് നാത്ത് ബ്രദേഴ്സ്. നമ്മൾ ഇതാണ് നേരത്തെ ചെയ്തത്, വിത്ത് നാത്ത് ബ്രദേഴ്സ്. ശ്യാം ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് നാത്ത് ബ്രദേഴ്സ്. ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
നമ്മൾ അവിടെ എന്താ ചെയ്തത്, ശ്യാമിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത്. ഓക്കെ, ശ്യാമിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് അതായത് ഇൻട്രസ്റ്റിന് ക്രെഡിറ്റ് നേരത്തെ കേസിൽ ഇൻട്രസ്റ്റിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ശ്യാമിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ശ്യാം അക്കൗണ്ട് അപ്പ് ടു ഇൻട്രസ്റ്റ് എന്ന് ജേർണൽ എൻട്രി പാസ് ചെയ്തു. ഈ കേസിൽ ഇൻട്രസ്റ്റിന് എന്ത് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്പ് ടു ശ്യാം. നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഇൻട്രസ്റ്റ് ഏത് കോളത്തിലാണ് കാണിക്കുക, എമൗണ്ട് കോളത്തിൽ. എത്ര എമൗണ്ട്, 36. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം സാധാ ചെയ്യുന്ന പോലെ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ മക്കളെ? മക്കളെ ശ്രദ്ധിച്ചോ. അതായത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഇൻട്രസ്റ്റ് കോസ്റ്റിന് പകരം പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ഒന്നുമില്ല, എമൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. ഇനി അതിനുശേഷം സാധാ ബാലൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് കോളം. പ്രൊഡക്റ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് ആണ്. അത് ക്രെഡിറ്റ് സൈഡ് ആവാം, ഡെബിറ്റ് സൈഡ് ആവാം, വാട്ട് എവർ, നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, നിങ്ങൾ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്താ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആ ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്യാം. എന്താ ജേർണൽ എൻട്രി, ഈ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു എന്താണ് റിസീവർ. ഓക്കെ, അല്ലെങ്കിലോ റിസീവർ അക്കൗണ്ട് അപ്പ് ടു ഇൻട്രസ്റ്റ്, വാട്ട് എവർ ദി ജേർണൽ എൻട്രീസ്. ഓക്കെ, ജേർണൽ എൻട്രീന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ മക്കൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഡേയ്സ് എടുത്തതിന് ഇവിടെ 365 എടുക്കണ്ട, സോറി 365. ഓക്കെ, അത് നമുക്ക് പ്രശ്നമാക്കണ്ട. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ, തൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കുക, മന്ത് ഓർ ഡേയ്സ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ നിങ്ങൾ മന്ത് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 12. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഡേയ്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ 365. ഓക്കെ, സോറി, അത് എൻ്റെ മാറിപ്പോയതാണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡേയ്സ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 365. ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡേയ്സ് മന്ത് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 12. ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഡേയ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, 12 ഡേയ്സ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 365 വേണ്ടത്. 3600 ഡിവൈഡ് ബൈ ഇൻറ്റു 12% ഡിവൈഡ് ബൈ 365, that is equal to 1.18 hour. Okay, 1.18. ആ 1.18 നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഡേയ്സ് ആണ്, നമ്പർ ഓഫ് ഡേയ്സ്, വാട്ട് എവർ. ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ മതി. അത്ര മാത്രമേ ഉള്ളൂ, വലിയ സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ ആണോ മക്കളെ ശ്രദ്ധിക്കുക. ഇല്ലസ്ട്രേഷൻ 1 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ആ ഇല്ലസ്ട്രേഷൻ 1 നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യണം. ഇല്ലസ്ട്രേഷൻ 1 നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യണം. പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തോട്ടെ, പെട്ടെന്ന് ചെയ്യും. ഇല്ലസ്ട്രേഷൻ 1 ഓക്കെ ഓഫ് ICI മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യണം. പെട്ടെന്ന് ചെയ്തു.